നമസ്കാരം guys, Sanjay Riya here. Welcome to trip couple. എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി അടിക്കുന്ന പ്രതീക്ഷയാണ്. ഞങ്ങൾ ഇന്നുണ്ടായിരുന്നത് മയാമിയിലാണ്. മയാമി പോയിട്ട് ഒന്നൊന്നര അടിപൊളി ദിവസമായിരുന്നു. കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അടിച്ചു പൊളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നടന്ന കുറേ കിണ്ണകാച്ചി കാഴ്ചകൾ നമുക്ക് പോയി കാണാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഭയങ്കര ലേറ്റായിട്ടാണ് ഇവിടെ നിന്ന് കീ വെസ്റ്റിൽ നിന്ന് മയാമി എത്തിയത്. ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാകെ വയ്യാണ്ടായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഇങ്ങനെ വണ്ടി ഓടിച്ച് ഹോട്ടലെത്തി അവിടെ കിടന്നുറങ്ങേണ്ടത്. ഇന്ന് ഞങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പൊമ്പാനോ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊമ്പാനോ ബീച്ചിൽ എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കുള്ള സംഭവമുണ്ട്. മലയാളികൾ നടത്തുന്ന ഒരു ഏവിയേഷൻ സ്കൂളുണ്ട് അവിടെ, അതായത് ഫ്ലൈറ്റ് ഓടിക്കാൻ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവിടുത്തെ കുറച്ച് മലയാളി അച്ഛന്മാരെ പരിചയപ്പെടാൻ പോകണം. എത്ര പേരുണ്ടെന്നല്ല, ഞങ്ങൾ 3 പേരായിട്ട് സംസാരിച്ചു വാട്സാപ്പിൽ കൂടെ. അപ്പോൾ അതിൽ ഒരാൾ ചിലപ്പോൾ 3 പേരുണ്ടായിരിക്കും, അവരെ കാണാൻ പോകണം. അപ്പോൾ ഇവരെങ്ങനെ പരിചയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ബഡ്ഡിയുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ ട്രിപ്പ് കപ്പിളിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു മച്ചാനാണ്. അപ്പോൾ പുള്ളിക്കാരനായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. പുള്ളിക്കാരൻ ഖത്തറിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. പുള്ളിക്കാരൻ വഴിയുണ്ട്, പുള്ളിക്കാരൻ്റെ പാർട്ട്നേഴ്സാണ് ഇവർ. അപ്പോൾ നമ്മളെ ഒന്ന് വിളിച്ചായിരുന്നു അവർ, നിങ്ങൾ ഫ്ലോറിഡ ആണെങ്കിൽ ഒന്ന് വരാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വരെ പോവാം, അവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവരുടെ ഏവിയേഷൻ സ്കൂളിലോട്ട് എത്താൻ പോകണം. 0.9 മൈൽസ് 3 മിനിറ്റിൽ നമ്മൾ എത്തുന്ന പറയാനാണ് ഗൂഗിള്. ഓറഞ്ച് ഏവിയേഷൻ സ്കൂൾ എന്നാണ് അവരുടെ സ്കൂളിൻ്റെ പേര്. കാഴ്ചകളൊക്കെ നമുക്ക് ഇനി അവിടെ ചെന്ന് കാണാം. നമ്മളിവിടെ എത്തിയേക്കാണ്. ജിത്തു എന്നും അതിൽ നിന്നും പിന്നെ മറ്റേ പേരാണ് ജിത്തു എന്താ പറഞ്ഞതാണ്. 3 പേരിൽ നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഓറഞ്ച് ഏവിയേഷൻ്റെ അകത്ത് പോയിട്ട് എന്തൊക്കെ സംഭവങ്ങൾ നോക്കാം. ഹലോ റിയ, കളിക്കണം. ഒരു എക്സാം ഉണ്ട് നാളെ, തൃശ്ശൂരാണോ? ടെനിസൺ, ജിത്തു, ബെർലിൻ, ആദിൽ, അങ്ങനെ ഓറഞ്ച് ഏവിയേഷനിലെ കുറച്ച് മലയാളി മച്ചാമാരെ പരിചയപ്പെട്ടതിന് ശേഷം ഓറഞ്ച് ഏവിയേഷൻ്റെ ഓണറായ വിപിൻ ചേട്ടനുമായി കുറച്ചു നേരം സംസാരിച്ചു. ഞങ്ങളുടെ കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ യാത്രകളെക്കുറിച്ചും ഏവിയേഷൻ ഫീൽഡിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും എല്ലാം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇത്ര നേരമായിട്ട് ഓറഞ്ച് വിങ്സ് പറഞ്ഞിട്ട് കുറേ മലയാളികളെന്നും പറയുന്നുണ്ട്. ഇതാരൊക്കെയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒഫീഷ്യലി പരിചയപ്പെടുത്താൻ പോവാണ്. ഇതിൻ്റെ ഓറഞ്ച് വിങ്സിൻ്റെ ഓണർ ചേട്ടനാണ്, ബിബിൻ ചേട്ടൻ എന്നാണ് ആളുടെ പേര്. ഇദ്ദേഹമാണ് അദ്ദേഹം. ആൾക്ക് ഇച്ചിരി ടെൻഷനുണ്ട്, മുഖം കണ്ടാൽ. ആദ്യമായിട്ടൊന്നല്ല, 2 ആഴ്ച മുമ്പോട്ട് ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് TV ഒക്കെ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാമറ ആദ്യമായിട്ടൊക്കെ ചുമ്മാ നമുക്ക് വേണ്ടി പറയുന്നുണ്ട്, ഭയങ്കര ഫോമലായിട്ട് പറയുന്നത്. എല്ലാ ദിവസവും ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല. അതില്ല, നിങ്ങളോട് പ്ലെയിൻ ഫ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടാവും. ഓ പിന്നെ കാർ ഓടിക്കാൻ പറയുന്ന ടെൻഷൻ അപ്പോഴും. ഈ ചേട്ടൻ്റെ ഇവരുടെയൊക്കെ ഇവിടെ കുറേ മലയാളീസ് ഉണ്ട്. ഈ ചേട്ടൻ മാത്രമല്ല, ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ ഓടിക്കണ പോലെയാണ് ഇവർ പ്ലെയിൻ ഓടിക്കുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ ചിന്തിക്കണ പോലെ എന്നല്ല, ഇവർ കുറച്ചും കൂടി വലിയ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എന്താ കാർ എടുത്തൊന്ന് ന്യൂയോർക്ക് സിറ്റി വരെ അല്ലെങ്കിൽ ആലുവ വരെ അല്ലെങ്കിൽ കടയിൽ പോണവരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇവർ പറയണത് പ്ലെയിൻ എടുത്ത് നമുക്കൊന്ന് കീ വെസ്റ്റ് വരെ പോയിട്ട് വരാം, പ്ലെയിൻ എടുത്ത് ന്യൂയോർക്ക് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാ ആൾക്കാരും, ഇവിടുത്തെ ഈ മലയാളി ചേട്ടന്മാരൊക്കെ വന്ന് സംസാരിക്കണം മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണ പോലെ നമ്മൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. ചേട്ടാ ഇപ്പോൾ പറയൂ, എന്താണ് ചേട്ടൻ്റെ പരിപാടി? എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈലറ്റ്മാരെ വാർത്തെടുക്കുക എന്ന് പറയും. അതായത് ഏവിയേഷൻ ഫീൽഡിലോട്ട് കുറേ പൈലറ്റ്മാരെ നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മലയാളികൾ ഈ ഫീൽഡിലില്ല. അപ്പം കൂടുതലും മലയാളികൾ ഈ ഫീൽഡിലോട്ട്, ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോരല്ലോ, പൈലറ്റ്മാരെ നമുക്ക് വേണ്ടേ. അത് എനിക്കിട്ട് താങ്ങാണത്. അങ്ങനെ അതെല്ലാ എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും കൂടി ഉള്ളൊരു താങ്ങാണ്. ആയിക്കോട്ടെ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് മലയാളികളുണ്ട്. ഞാൻ മാത്രമല്ല, ഇപ്പൊ എൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മളൊരു എന്താ പറയുക ഏവിയേഷൻ സ്കൂളിലോ അല്ലെങ്കിൽ ഏത് സ്കൂളിലോ പോകണ പോലെയല്ല, മലയാളികളെ തറഞ്ഞ് ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മലയാളികളാണ് ഇൻ ആൻഡ് ഔട്ട് ഓറഞ്ച് അല്ലേ? കാരണം കൂടുതലും ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൂടുതലും ഞാൻ ആലോചിച്ച കാര്യമാണ് മലയാളികളെ ഇതിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അപ്പോൾ കുറേ മലയാളികൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പൈലറ്റുമാരുണ്ട്, അവരെല്ലാവരെയും കൂട്ടി അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു മലയാളിയാണ് നിൽക്കുന്നത്. അവിടെ മാറി ജിത്തു എന്ന് പറഞ്ഞ ഒരു ഭായ അവിടെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പൈലറ്റുമാർക്ക് എല്ലാവർക്കും ഇതിൽ വരാൻ നാണോ എന്ന് പറയണ പോലെ അടുത്തൊരു നാണമുള്ള ഒരാളാണ് നിൽക്കുന്നത്. ഇത്ര ഞാൻ ഞങ്ങളോട് ഭയങ്കര ക്യാഷായിട്ട് സംസാരിച്ചത്, ക്യാമറ വന്നപ്പോൾ കുറച്ച് ഫോമലായി തുടങ്ങിയേക്കണം. അതുകൊണ്ടല്ല, ഞങ്ങൾ പൈലറ്റുമാർക്ക് ഒരു പ്രത്യേകത, ഓ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊരു ഭാഗമാണ് എപ്പോഴും ഞങ്ങൾ സാധാരണ ചെയ്യാൻ പറ്റുന്ന ജോലി. നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയണം. ആദ്യമായിട്ടാണ് ഒരു പൈലറ്റ് മാരിങ്ങനെ പറഞ്ഞ് കേൾക്കണം സത്യം പറഞ്ഞ. പൈലറ്റ് എന്ന് പറഞ്ഞാല് പണ്ട് സമയത്ത് ഇന്ത്യയിൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലി ആക്കിയിട്ട് കാണിച്ചിരുന്നില്ല പൈലറ്റ്. കാരണം അന്നൊക്കെ എന്ന് വെച്ചാല് കോടികളുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ അവരത് എല്ലാവർക്കും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഹൈ ക്ലാസ് ജോബായിട്ട് കാണിച്ചു. പക്ഷെ ഇത് അത്രയൊന്നുമില്ല. നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നതുകൊണ്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ കൂടുതലും മലയാളികളെ പ്രൊമോട്ട് ചെയ്യാൻ ആലോചിക്കുന്നത്. ഓക്കെ, നല്ലൊരു കാര്യമാണത് അല്ലേ? ഞങ്ങളിതുപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു പ്ലെയിൻ പഠിക്കാൻ പോകുന്ന ആഗ്രഹത്തിന് പിന്നാലെ ഞങ്ങൾ ലോങ് ഐലൻഡിൽ ഒരു ഫ്ലൈറ്റ് സ്കൂളിൽ പോയി ഞങ്ങൾ ജോയിൻ ചെയ്തായിരുന്നു. ഒരു $300 ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കാണിച്ചു തരുന്നുണ്ട് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്ലൈറ്റ് ഓൺ പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എനിക്ക് എന്താ പറയുക, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എൻ്റെ വലിയ ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് പോയിട്ട് ഭാവിയിൽ നമ്മൾ ജീപ്പൊക്കെ മാറ്റിയിട്ടിട്ട് പ്ലെയിൻ എടുത്തുകൊണ്ട് ചുറ്റിക്കറക്കണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിനും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ അത് മലയാളി ചേട്ടന്മാർ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ലൈസൻസ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ഇവിടെ വന്നോട്ടെ. നായറിനെ ഡ്രൈവിംഗ് പോളിടെക്നിക് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹങ്ങളിലൊന്നാണ് ഇതിൻ്റെ ലൈസൻസ് എടുക്കണം എന്നുള്ളത്. ഇത് ഈ എന്താ ഇവരുടെ സ്കൂള് തുടങ്ങിയിട്ട് ആകപ്പാടെ ഒരു വർഷമായിട്ടെന്നാണ് ജിത്തുവായ അടുത്ത് 2 വർഷമാണ്. പക്ഷേ ഇവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടൈപ്പ് ഗ്രോത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയാം? ഞങ്ങളുടെ മൈൽ സ്റ്റോൺസ് ഞങ്ങൾ തുടങ്ങിയപ്പം നമുക്ക് ഒരു പ്ലെയിനിലാണ് നമ്മൾ തുടങ്ങിയത്. നമുക്കൊരു 7 എയർക്രാഫ്റ്റ് സ്വന്തമായിട്ട് 7 എയർക്രാഫ്റ്റ് ഉള്ള മലയാളീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ അവരാണ് ഇവര്, കണ്ടിട്ടില്ലെങ്കിൽ അവരാണ് ഇവര്. കൂടാതെ നമ്മൾ വേറൊരു ഫ്ലൈറ്റ് സ്കൂളും കൂടെ നമ്മുടെ പേരിലുണ്ട്. ഒന്നല്ല, അപ്പോൾ 2 എണ്ണമായി. 2 ഫ്ലൈറ്റ് സ്കൂൾ. ഓക്കെ, ഫ്ലൈറ്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർ. അപ്പോൾ അതും പിന്നെ നമുക്കിപ്പം ആദ്യം നമ്മൾ 2 സ്റ്റുഡൻസിൽ തുടങ്ങി. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 40 സ്റ്റുഡൻസ് ക്രോസ് ചെയ്തു. അടിപൊളി. പിന്നെ നമുക്കിപ്പോൾ ഒരു ഇൻടേക്കിൽ ഒരു 15 സ്റ്റുഡൻസ് നമുക്ക് അടുത്ത മാസം നെക്സ്റ്റ് ബാച്ച് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ആൾക്കാർക്ക് ഇവിടെ അമേരിക്കയിൽ വരണം എന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹം പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരെ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഡിഗ്രിക്ക് വേണ്ടി നോക്കുന്ന ആൾക്കാർ മുതൽ മാസ്റ്റേഴ്സ് നോക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റണ ഒരു ജോബാണോ അല്ലെങ്കിൽ ഒരു കോഴ്സാണോ ഏവിയേഷൻ? ഇപ്പോൾ അമേരിക്കയിൽ വരാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? പക്ഷേ എങ്ങനെ വരാം, അതാണ് ബുദ്ധിമുട്ട് ഇവിടെ വരാനുള്ളത്. പിന്നെ ഡിഗ്രി കോഴ്സുകൾ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറച്ചും കൂടി എക്സ്പെൻസ് ആണ്, അത് കിട്ടാൻ പാടാണ്. ഏവിയേഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വിസ എന്ന് പറഞ്ഞാൽ M1 വിസയാണ്. F1 ഉണ്ട്, M1 ഉണ്ട്. F1 കോളേജ് ഡിഗ്രി അങ്ങനത്തെ കോഴ്സുകൾക്കാണ്. M1 കൊടുക്കുന്നത് വൊക്കേഷണൽ ട്രെയിനിങ്, അതായത് അണ്ടർ 1 ഇയർ. നമ്മൾ കൊടുക്കുന്ന പ്ലാനിൽ 8 മന്ത്സ് പ്രോഗ്രാമാണ്. അപ്പം അങ്ങനെ നമ്മുടെ വിസ കിട്ടാനും എളുപ്പമാണ്. അതുകൊണ്ട് ആ പോയിന്റ് പറഞ്ഞത്, അതായത് വിസ കിട്ടാൻ എളുപ്പമാണ് അല്ലേ? വിസ M1 കിട്ടാൻ എളുപ്പമാണ്. ബാക്കി എല്ലാം നോക്കുമ്പോൾ M1 കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ M1 വിസ ഇവിടെ കിട്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നെ ജോലി കണ്ടുപിടിക്കാനും പറ്റുമോ? ജോലി കണ്ടുപിടിക്കാൻ നമ്മൾ M1 ജോലി ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏവിയേഷൻ ഫീൽഡിൽ ഇപ്പോൾ പൈലറ്റ് ഷോർട്ടേജ് ഉള്ള കാരണം ഇപ്പോൾ കമ്പനികൾ H1 അപ്ലൈ ചെയ്യാനുണ്ട്. അതായത് ഈ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് അവർക്ക് H1B അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ട്, ടെനിസ് എന്ന പേര്, ഓൾറെഡി ഇപ്പോൾ അവർ H1B അപ്ലൈ ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇനി ഒരു വർഷത്തിനുള്ളിൽ കുറേ ജോബ് ഇൻടേക്സ് എടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കിപ്പം F1 നമ്മളൊരു മൈമി ഡേഡ് ത്രൂ നമുക്ക്
ഒക്കെ സ്റ്റുഡൻസിന് നമുക്ക് എടുക്കാം. Okay. മൈമി-ഡേഡ് കോളേജിൽ നിങ്ങൾ ഏവിയേഷൻ ടെക്നോളജിയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ പൈലറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ കുറേ കോഴ്സുകളുണ്ട്. അത് ജോയിൻ ചെയ്തിട്ട് സൈമിൾട്ടേനിയസ്ലി ഇവിടെ ഫ്ലൈങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആ പ്രൊഫഷണൽ മൈമി-ഡേഡിലെ കോളേജ് കോഴ്സ് ഒരു വർഷത്തേക്കാണ്. പക്ഷെ അപ്പം നിങ്ങൾക്ക് ഒരു F1 വിസയും കിട്ടും. ആ സമയത്ത് കോഴ്സും ഈ ഫ്ലൈങ് ട്രെയിനിങ് കൂടെ ഒരുമിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു OPT കിട്ടും, അപ്പോൾ ഒരു കൊല്ലത്തേക്ക്. ആ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് മണിക്കൂറാണ്. നമ്മളിപ്പോൾ ട്രെയിനിങ്ങും ആ ക്ലാസ്സും കൂടെ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ഒരു ഏകദേശം 1000 hours നമുക്ക് എത്തിക്കും. 1000 hours എന്ന് പറയണെന്ന് വെച്ചാൽ പൈലറ്റ്മാരുടെ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അവേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നേരെ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് കമ്പനി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എയർലൈനുകളിൽ OPT ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഹയർ ചെയ്ത് ജോലിക്ക് കയറാം. അപ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് H1B നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ചെയ്യണമെന്നില്ല. ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഒരു 700 hours ഒരു 800 hours ജെറ്റ് അവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് വേൾഡ് വൈഡിൽ എവിടെ പോയാലും ജോലി അടിപൊളി. ഗ്യാരണ്ടീഡ് ആയിട്ട്. ആ ഒരു ഓപ്ഷൻ ഇപ്പം US തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതും കൂടെ ഇപ്പോൾ H1Bയിലേക്ക് അവിടെ നിന്ന് അവർ സ്പോൺസർ ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. കാരണം ഓൾറെഡി പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത ഒരു കാഡറ്റിനെ അവർ കണ്ടിന്യൂ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. നമ്മുടെ ട്രിപ്പ് കപ്പിൾ വഴി ഓറഞ്ച് ഏവിയേഷനിലോട്ട് കുറേ മച്ചന്മാർ വരാമെന്ന് വിചാരിച്ചു. അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ? അവർക്ക് നമ്മൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാം. അവര് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവര് ത്രൂ വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ കുറേ ഡിസ്കൗണ്ട് കൊടുക്കും. കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ആദ്യം ചെയ്യേണ്ടത് ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തൊക്കെയാണ് നിന്റെ റിക്വയർമെന്റ്സ് ആയിട്ടെന്ന് പറയാം? ഇതിന്റെ റിക്വയർമെന്റ്സ് +2 മതി. +2 ഫിസിക്സ് സയൻസ് ആയാൽ മതി. സയൻസ് എത്ര പെർസെന്റേജ് ആണ്? 70% ആണ് ഇന്ത്യ പറയുന്നത്. പക്ഷേ 70% ആവറേജ് പാസിംഗ് മതി DGC റിക്വയർമെന്റ് അനുസരിച്ച്. ഇവിടോട്ട് വരുമ്പോൾ IELTS അങ്ങനത്തെ ഒന്നും വേണ്ട. ഇവിടെ IELTS M1 വിസയ്ക്ക് IELTS ഒന്നും വേണ്ട. വേണ്ടത് അതാണ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ പറ്റുമെന്ന് പറഞ്ഞ കാരണം ഇവിടെ IELTS അങ്ങനെ ഒന്നും എഴുതണ്ട നമ്മളിങ്ങോട്ട് വരാൻ നേരത്ത്. പിന്നെ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങോട്ട് വരാനാണെങ്കിൽ നമുക്ക് നാട്ടിൽ ഓഫീസുണ്ട്, ഡൽഹിയിൽ ഒരു ഓഫീസുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണതെന്നുള്ള ക്ലാസ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ എന്തെങ്കിലും info@orangewingsaviation.com അങ്ങനെ എന്തെങ്കിലും ഒരു ID ഇമെയിൽ അപ്പോൾ അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ചെറിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഇമെയിൽ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് കയറാം. വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അമേരിക്കയിൽ വരണം, നിങ്ങളുടെ അമേരിക്കൻ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഭാവിയിൽ നിങ്ങൾ എന്താ പറയുക അമേരിക്കയിൽ എൻഡപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പ്ലെയിൻ പറത്തണം നിങ്ങളുടെ വലിയ ഡ്രീമാണ്. എൻ്റെ പോലെ നിങ്ങളുടെ ഡ്രീമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴെല്ലാം മോസ്റ്റ്ലി 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഫ്ലൈറ്റ് സ്കൂളിൽ ചേർന്നത്. എൻ്റെ ഏറ്റവും വലിയ പ്ലാൻ 2 വർഷത്തെ എനിക്ക് കാശ് ഇനഫായിട്ട് 4 ഡേയിലേക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്റ് വരെയാണ് ഞാൻ ഇവരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ മാക്സിമം ആൾക്കാരോട് വന്ന് എനിക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ട്രിപ്പ് കപ്പിൾ കമ്മ്യൂണിറ്റിയിലെ എല്ലാ മച്ചന്മാരും വന്ന് എന്താ പറയുക ഒന്ന് ആർത്തുല്ലസിച്ച് എല്ലാവരും വന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. എന്താ പറയുക എനിക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാൻസാണ്. പിന്നീട് അവിടെ സംഭവിച്ചത് ഒരു 1.5 ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. മയാമി ബീച്ചിൻ്റെ മുകളിലൂടെ വിപിൻ ചേട്ടൻ്റെയും ടെന്നിസിൻ്റെയും ഒപ്പം ഒരു അടിപൊളി ഫ്ലൈറ്റ് ടൂർ. ഇന്നത്തെ വീഡിയോയുടെ തീരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് തീർന്നിട്ടില്ല ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കിണ്ണം കാച്ചി ഫ്ലൈറ്റിനുമായി ഞങ്ങൾ മയാമി ബീച്ചിനെ ഞങ്ങൾ ആ ഫ്ലൈറ്റിലിരുന്ന് കാണണമെന്നും അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാം. യെസ്, അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പൈലറ്റ്സ് എന്നൊക്കെ വിചാരിക്കും ഭയങ്കര ജാടയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഇവര് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് എന്താടാ എന്ന് പറഞ്ഞാൽ വേണ്ടിക്കൊണ്ടിരിക്കുന്നു. അത്രയും കൂളായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇവര് പഠിത്തത്തെക്കുറിച്ചും അവിടെ വന്നവര് വേറെ കോളേജിലും അങ്ങനെ പല സ്ട്രഗിൾസിനെ കുറിച്ചും ഒക്കെ അവർ പറയുമായിരുന്നു. എങ്ങനെയാണ് അവരിവിടോട്ട് എത്തിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഞങ്ങളോട് ഷെയർ ചെയ്തു.
ആൻഡ് പൈലറ്റ്സിന് സ്കോപ്പ് വരുന്നതിനെ കുറിച്ചാണ് അവർ മെയിനായിട്ട് പറഞ്ഞത്. ഇങ്ങനെ ഒരു വലിയ പൈലറ്റ്സിനെ കുറിച്ചുള്ള ഒരു പൈലറ്റ്സിന് ഭയങ്കര വലിയൊരു സ്കാർസിറ്റി ഇവിടെ ഉണ്ട്. കുറേ എന്താ പറയുക വേക്കൻസി ഇവിടെ ഉണ്ടാവാൻ പോകണം. എന്നിട്ട് 5,000ഓളം അമേരിക്കൻ എയർലൈൻസിലെ പൈലറ്റ്സ് ഇവിടെ നിന്ന് റിട്ടയർ ആയി പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ അത് അമേരിക്കൻ എയർലൈൻസ് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടം ഇൻഡസ്ട്രികളില് ഇന്ത്യയിലും ഉണ്ട്. ചൈനയിൽ എന്തോ 5,000 പ്ലെയിനോ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ വേക്കൻസിയാണ് ഈ പൈലറ്റിന്റെ ഏവിയേഷൻ സർവീസിലോട്ട് വരാൻ പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഞങ്ങൾക്ക് സാധനം തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ ഇത് എത്തിച്ചത്. സോ നിങ്ങൾ റിസർച്ച് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഇതാണെങ്കിൽ മാത്രം പെർസ്യൂ ചെയ്യൂ. എന്ന് വെച്ചാൽ ഇതിന് കഷ്ടപ്പാടുകൾ കുറേ ഉണ്ട്. അത് അവർ പറയുകയും ചെയ്തു. കുറേ എക്സാംസ് ഉണ്ട്, ലൈസൻസുകളുണ്ട്, കുറേ വെയിറ്റ് ടൈംസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതിന് എന്താ പറയുന്നത് ഒരു നല്ല എമൗണ്ട് ഓഫ് മണിയും ഉണ്ട്. സോ നിങ്ങൾ നല്ല റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ഡ്രീം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് പെർസ്യൂ ചെയ്യൂ. ആൻഡ് ഇത് അമേരിക്കയിലോട്ട് വരാൻ മലയാളികളും ആയതുകൊണ്ടാണ് ഞങ്ങളും ഓക്കെ എന്താ പറയുക ഞങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ ഓക്കെ ഇന്ന ആളുടെ അടുത്ത് പോകൂ എന്ന് പറയാൻ ഞങ്ങൾക്ക് വിശ്വാസം തോന്നുന്നില്ല. അപ്പോൾ മലയാളിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഓക്കെ ചോദിക്കാം, നമുക്ക് മിണ്ടാം, കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അവരുടെ കോൺടാക്ട്സ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മിണ്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടേത് എല്ലാ റിസർച്ച് നടത്തിയതിന് ശേഷം അവരെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ മയാമി ബീച്ചിലെ കുറെ കിണ്ണം കാഴ്ചയായിട്ട് അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വീണ്ടും കാണാം. ഓക്കെ.